ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അവരുടെ സംസാരം മാത്രമാണോ നമ്മൾ ശ്രദ്ധിക്കുന്നത്? ഒരിക്കലുമല്ല. അവരുടെ കണ്ണുകളുടെ ചലനം, അവർ കൈ കെട്ടിയിരിക്കുന്ന രീതി, അവർ നിൽക്കുന്ന ക്ലോസ്നെസ്, അവരുടെ ശബ്ദത്തിന്റെ ടോണിൽ വരുന്ന ചേഞ്ചസ്, അവരുടെ ബോഡിയിൽ വരുന്ന മറ്റ് ആക്ഷൻസ്, ഗെസ്റ്റേഴ്സ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കും. അവരുടെ വാക്കുകൾ കൊണ്ട് പറയാത്ത പല കാര്യങ്ങളും അവരുടെ ബോഡി ഗെസ്റ്റേഴ്സിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനെയാണ് ബോഡി ലാംഗ്വേജ് അഥവാ ശരീരഭാഷ എന്ന് പറയുന്നത്. ആളുകളുടെ നോൺ വെർബൽ സിഗ്നൽസ് എങ്ങനെ കൂടുതൽ ശ്രദ്ധയോടെ റീഡ് ചെയ്യാം? നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ വാക്കുകൾ മാത്രമല്ല, നമ്മുടെ ബോഡിയും കൂടിയാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷനിൽ നോൺ വെർബൽ സിഗ്നൽസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ബോഡി ലാംഗ്വേജ് നോക്കാൻ ഏറ്റവും നല്ല മാർഗം കോണ്ടെക്സ്റ്റ്, പാറ്റേൺ ആൻഡ് ബേസ് ലൈൻ മനസ്സിലാക്കുകയാണ്. ബേസ് ലൈൻ എന്ന് പറയുന്നത് ഒരാൾ സാധാരണയായി എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നതാണ്. അതായത് സാധാരണയായി ആരോടും ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യാത്ത തരത്തിലുള്ള ഒരാൾ ഇന്ന് നമ്മളോട് ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്തില്ല എന്നതുകൊണ്ട് മാത്രം അയാൾ കോൺഫിഡന്റ് അല്ലെന്നോ, അയാൾക്ക് നമ്മളിൽ ഇൻട്രസ്റ്റ് ഇല്ലെന്നോ, അയാൾ ഷൈ ആണെന്നോ എന്നുള്ള അർത്ഥമില്ല. അപ്പൊ നമ്മൾ ഒരാളുടെ ബോഡി ഗെസ്റ്റേഴ്സ് മനസ്സിലാക്കുമ്പോൾ ഓൾവേസ് നമ്മൾ ഒരു കാര്യം മനസ്സിൽ വെച്ചിരിക്കണം, അതായത് സാധാരണഗതിയിൽ അയാളുടെ ബേസ് ലൈൻ പാറ്റേൺ എന്താണ് എന്നുള്ളത്. അതുകൊണ്ട് ഇനി മുതൽ ബോഡി ലാംഗ്വേജ് റീഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നോൺ വെർബൽ സിഗ്നൽസ് മാത്രമല്ല, അവരുടെ ബേസ് ലൈൻ പാറ്റേൺ കൂടി നമ്മൾ നോക്കിയിരിക്കണം. ഒപ്പം ഈ സിഗ്നൽസിന്റെ കോമ്പിനേഷൻ കൂടി, അതായത് ഏത് കോണ്ടെക്സ്റ്റ് ആണ് ആ ഒരു സംഭാഷണം നടക്കുന്നത്, പാറ്റേൺ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ബേസ് ലൈൻ പാറ്റേൺ എന്നിങ്ങനെയുള്ള കോമ്പിനേഷൻ നമ്മൾ മനസ്സിൽ വെച്ചിരിക്കണം. മുഖം മനസ്സിന്റെ കണ്ണാടി എന്ന് പറയും. അതായത് നമ്മുടെ മുഖം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് വളരെയധികം റിഫ്ലക്ട് ചെയ്യുന്ന ഒന്നാണ്. സന്തോഷം, അതിശയം, ദുഃഖം, കോൺഫ്ലിക്റ്റ്, കൺഫ്യൂഷൻ, സാഡ്നെസ് എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങളെ നമ്മുടെ മുഖം റിഫ്ലക്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഫേഷ്യൽ എക്സ്പ്രഷൻസും കോണ്ടെക്സ്റ്റും വളരെ കമ്പൈൻഡ് ആണ്. ഉദാഹരണത്തിന്, അവർ ഹാപ്പി ആണെന്ന് നമുക്ക് തോന്നും. ചിലപ്പോൾ ചില ആളുകൾ നെർവസ് ആയാലും ചിരിക്കും, എംബാരസ് ആയാലും ചിരിക്കും, ഒന്നും മനസ്സിലായില്ലെങ്കിലും ചിരിക്കും, വിഷമം ഉണ്ടെങ്കിലും ചിരിക്കും, സന്തോഷം ഉണ്ടെങ്കിലും ചിരിക്കും, അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ പോലും ചിരിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷന്റെ ഓവറോൾ പാറ്റേൺ ആണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബോഡി ലാംഗ്വേജസിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാം എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളെ നെയിൽസ് അഥവാ നഖം ഒന്ന് കാണിച്ചു തരൂ എന്ന് പറയുന്നു. അപ്പൊ നിങ്ങൾ എങ്ങനെ അത് കാണിക്കും? ചില ആളുകൾ ഇങ്ങനെ കാണിക്കും, ചില ആളുകളാണെങ്കിൽ ഇങ്ങനെയായിരിക്കും കാണിക്കുന്നത്, അല്ലെ? അപ്പൊ അത് ഡിഫറൻസ് ഉണ്ട്. ഇങ്ങനെയാണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ അധികം ഒന്നും ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും ഇങ്ങനെ ഓവറായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കാതെ വളരെ കൂളായിട്ട് സംസാരിക്കുകയും വളരെ കൂളായിട്ട് പെരുമാറുകയും എല്ലാവരോടും വളരെ ഓപ്പൺനെസ് കീപ്പ് ചെയ്യുകയും ചെയ്യുന്ന ആളുകളായിരിക്കും പെട്ടെന്ന് ഇങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, അവരെ പെട്ടെന്ന് പറ്റിക്കാനും അല്ലെങ്കിൽ അവര് പെട്ടെന്ന് കാര്യങ്ങൾ വിശ്വസിക്കാനും എല്ലാ കാര്യങ്ങളെ പറ്റി ഡീപ്ലി ഇങ്ങനെ അനലൈസ് ചെയ്യുകയൊന്നും ചെയ്യാത്ത ആളുകളായിരിക്കും ഇങ്ങനെ നെയില് കാണിച്ചിരുന്ന ആളുകൾ. ഇനി ഇങ്ങനെയാണ് കാണിക്കുന്നതെങ്കിൽ ലൈഫിനെ പറ്റി വളരെ കെയർഫുൾ ആയിട്ടുള്ള ആളുകളായിരിക്കും ഇങ്ങനെ കാണിക്കുന്നത് എന്ന് പറയും. അതായത് അവർ എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും ഒരുപാട് തവണ ചിന്തിച്ചതിന് ശേഷം മാത്രമായിരിക്കും അവര് ഒരു കാര്യത്തിലോട്ട് ഇറങ്ങുക. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും വളരെയധികം അനലൈസ് ചെയ്യുന്ന, എല്ലാ കാര്യങ്ങളെയും ഇന്റർപ്രറ്റ് ചെയ്യുന്ന, വളരെ കെയർഫുൾ ആയിട്ടുള്ള, വളരെ വിജിലന്റ് ആയിട്ടുള്ള ആളുകളായിരിക്കും ഇങ്ങനെ നെയില് കാണിച്ചു വരുന്നത്. അതുപോലെ ഒരാൾ കണ്ണ് ചിമ്മുന്ന രീതി, അതിൽ ഡിഫറൻസ് ഉണ്ടാവാം. ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ അവർ വളരെ ഫ്രീക്വന്റ് ആയിട്ട് കണ്ണ് ചിമ്മിക്കൊണ്ട് ഇങ്ങനെ വളരെ എക്സൈറ്റ്മെന്റ് ആണ് അവരെ കാണിക്കുന്നത്. അതായത് ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഇമോഷണലി വളരെയധികം എക്സൈറ്റഡ് ആവുമ്പോഴാണ് അവർ ഒരുപാട് തവണ കണ്ണ് ചിമ്മുന്നത്. നമ്മൾ ആളുകളുടെ കൃഷ്ണമണിയിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ, അതായത് നമ്മുടെ കണ്ണിനുള്ളിലെ ഈ റൗണ്ട് ആയിട്ടുള്ള ഭാഗം, അവിടേക്ക് നമ്മൾ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാല് നമുക്കിപ്പോ ഒരു സന്തോഷം ഉണ്ടായെന്ന് വെക്കാം. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഒരു അച്ചീവ്മെന്റ് നേടിയെടുത്തു. അപ്പൊ നമുക്ക് ആ ഒരു സന്തോഷം ഉണ്ടായതില് മറ്റേ ആൾക്ക് സന്തോഷം ഉണ്ടെങ്കിൽ ഈ കൃഷ്ണമണി കുറച്ചൊന്നിങ്ങനെ വികസിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ ആൾക്ക് സന്തോഷമൊന്നുമില്ല, പക്ഷെ ആൾ ഭയങ്കര സന്തോഷമുള്ളതുപോലെ ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കൃഷ്ണമണി കുറച്ചൊന്ന് ചുരുങ്ങുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും.
അപ്പൊ അത് നമ്മൾ ഇനി മറ്റുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ഒബ്സർവ് ചെയ്യണം. അവർ പുറമെ എന്തൊക്കെയാണ് പറയുന്നെങ്കിൽ, എന്തൊക്കെ ആക്ഷൻസ് കാണിച്ച് സന്തോഷം ഉണ്ടെന്ന് നടിക്കാൻ ശ്രമിച്ചാലും നമ്മൾ കൃഷ്ണമണി ക്ലോസ്ഡ് ആയിട്ടൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവർക്ക് ശരിക്കും സന്തോഷം ഉണ്ടോ. ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ സന്തോഷമുണ്ട്, ചുരുങ്ങിയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ സന്തോഷം ഇല്ല എന്നുള്ളതിന്റെ ഒരു ഇൻഡിക്കേറ്റർ ആണ്. ഇനി നമ്മൾ കുറച്ച് ആളുകളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അതിലേതെങ്കിലും ഒരാള് നമ്മുടെ ഗസ്റ്റേഴ്സ് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക്കലി അങ്ങനെ കോപ്പി ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നു എന്ന് വിചാരിക്കും. അതായത് നമ്മളിങ്ങനെ ഹെയർ ടച്ച് ചെയ്യുമ്പോൾ അവരും അറിയാതെ ഹെയർ ടച്ച് ചെയ്യുന്നു. നമ്മളൊന്നിങ്ങനെ ഹാൻഡ് ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അവരും ഇങ്ങനെ ഹാൻഡ് ക്രോസ് ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മളിപ്പോ ഇങ്ങനെ നിൽക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരും അങ്ങനെ നിൽക്കുന്നു. അല്ലെങ്കിൽ നമ്മളിങ്ങനെ വേറൊരു ബോഡി ഗസ്റ്റ് കാണിക്കാൻ ശ്രമിക്കുമ്പോൾ അവരും അത് കാണിക്കാൻ ശ്രമിക്കുന്നു. ഒരുപാട് ഫേഷ്യൽ മൂവ്മെന്റ്സ് ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ അവരും അതുപോലെ നമ്മളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയൊക്കെ ഒരു കോപ്പിയിങ് ടെൻഡൻസി ഇങ്ങനെ പെട്ടെന്ന് ഓട്ടോമാറ്റിക്കലി വേറൊരാളെ റിഫ്ലക്ട് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ആ ആൾക്ക് നമ്മളോട് ഭയങ്കര ഇഷ്ടമുള്ളതും റെസ്പെക്ട് ഉള്ളതും ഒക്കെ കൊണ്ടാണ്, നമ്മളെ ആ ആള് നമ്മളായിട്ട് അഡ്മയർ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ കാര്യങ്ങൾ അയാളെ ഓട്ടോമാറ്റിക്കലി കോപ്പി ചെയ്ത് പോകുന്നത്. അതായത് നമ്മൾ ചെയ്യുന്നതൊക്കെ ശരിയാണ്, അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു പേഴ്സൺ ആണ് എന്നുള്ള ഒരു വിശ്വാസം ആ ആളിൽ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഗസ്റ്റേഴ്സ് ആ ആളിൽ റിഫ്ലക്ട് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ആ ആള് റൈറ്റ് സൈഡിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ ആ ആള് എന്തെങ്കിലും കാര്യം ഇന്നോവേറ്റീവ് ആയിട്ട് ചിന്തിച്ച് പറയുന്നത് കൊണ്ടാണ്, എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോഴാണ് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് നമ്മുടെ ഐസൈറ്റ് റൈറ്റ് സൈഡ് മുകളിലേക്ക് നമ്മളിങ്ങനെ നോക്കുന്നത്, ഇങ്ങനെ ചിന്തിച്ച് പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതുപോലെ നമ്മൾ ലെഫ്റ്റ് സൈഡ് മുകളിലേക്കാണ് നമ്മൾ ഇങ്ങനെ നോക്കി ആലോചിച്ച് പറയുന്നതെങ്കിൽ അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു ഫാക്ട് ആയിരിക്കും നമ്മളിങ്ങനെ ലെഫ്റ്റ് സൈഡ് മുകളിലേക്ക് ആലോചിച്ചിട്ട് നമ്മൾ പറയുന്നത്. ഡൗൺ സൈഡ് ഇങ്ങനെ ആലോചിച്ചിട്ട് പറയാൻ ശ്രമിക്കുന്നതെങ്കിൽ അയാൾ എന്തെങ്കിലും കള്ളം പറയാൻ ശ്രമിക്കുന്നതായിട്ട് ആണ് പറയാറുള്ളത്. ചില ആളുകൾ ഇങ്ങനെ സംസാരിക്കുന്നതിന് ഇടയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ ഹാൻഡ് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഹാൻഡ് ഇങ്ങനെ കടിച്ചു സംസാരിക്കും. ഈ കടിച്ചെടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നത് എന്തെങ്കിലും കള്ളം പറയുകയും ആ കള്ളം പറയുന്നതിൽ വലിയ കോൺഫിഡൻസ് ഒന്നും ഇല്ലാതെ ഇരിക്കുമ്പോഴുമാണ് ഇങ്ങനെ ഹാൻഡില് കടിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ വായ പൊത്തി പിടിച്ച് സംസാരിക്കുന്നതും, എന്തെങ്കിലും ഒരു കള്ളം പറയാൻ ശ്രമിക്കുകയും എന്നാൽ ആ കള്ളം പറയുന്നതിൽ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഈ കള്ളം പറയുന്നത് പിടിക്കപ്പെടുവോ മനസ്സിലാവുമോ എന്നുള്ളൊരു തോന്നലിൽ സംസാരിക്കുമ്പോഴാണ് ഇങ്ങനെ വായ മറച്ചു പിടിക്കാനും അതുപോലെ തന്നെ ഇങ്ങനെ കടിച്ച് സംസാരിക്കാനുമുള്ള ഒരു ടെൻഡൻസി ബോഡി ലാംഗ്വേജിൽ വരുന്നത്. ഷേക്ക് ഹാൻഡ് കൊടുക്കാറില്ലേ ആൾക്കാര്, അപ്പൊ ഇങ്ങനെ ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ വളരെ വീക്ക് ആയിട്ടുള്ള ഒരു ഷേക്ക് ഹാൻഡ് ആണ് നമുക്ക് തരുന്നതെങ്കിൽ ആൾക്ക് വളരെ പേടിയുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും. അതായത് എല്ലാത്തിനോടും ഒരു തരം ഫിയർ ഉള്ള ആൾക്കാരില്ലേ, എല്ലായ്പ്പോഴും ഇൻസെക്യൂർ ആയിട്ട് ഫീൽ ചെയ്യുന്ന ആൾക്കാരില്ലേ, അവരാണ് വീക്ക് ആയിട്ടുള്ള ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നത്. എന്നാൽ വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള വളരെ സെക്യൂർ ആയിട്ടുള്ള കാം ആയിട്ടുള്ള ഒരാളാണെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഷേക്ക് ഹാൻഡ് ആയിരിക്കും കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്ന സമയത്ത് ആ ആളുടെ കൈ നമ്മുടെ കൈയേക്കാൾ മുകളിലേക്ക് വരുന്ന രീതിയിലാണ് ആൾ ഷേക്ക് ഹാൻഡ് തരുന്നതെങ്കിൽ കുറച്ചൊരു ഡോമിനൻസ് ആറ്റിറ്റ്യൂഡ് ഉള്ള ആളാകാനാണ് സാധ്യത. ചില ആളുകളുടെ അടുത്ത് നമ്മൾ പോയി സംസാരിക്കുമ്പോൾ അവർ ജസ്റ്റ് ഒരു സ്റ്റെപ്പ് പിന്നോട്ട് മാറിയിട്ട് നമ്മൾക്ക് സംസാരിക്കും. ദാറ്റ് മീൻസ് ആ ആൾക്ക് കുറച്ചു മുമ്പ് നമ്മളുമായിട്ട് നടത്തിയ എന്തോ ഒരു കോൺവെർസേഷനിൽ നമ്മളോട് ഇഷ്ടക്കേടുണ്ടായി എന്നുള്ളതാണ് ആ ഒരാള് അങ്ങനെ ചെയ്യുന്നതിന്റെ അർത്ഥം. നമ്മളോട് എന്തോ ഒരു റീസെന്റ് ഇഷ്ടക്കേട് വന്നു, എന്തോ ഒരു ഇഷ്ടക്കേട് മനസ്സിൽ കിടക്കുന്നുണ്ട് എന്ന് നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അയാൾ കുറച്ചുകൂടി ഒരു ക്ലോസ്ഡ് ആയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മളോട് അയാൾക്ക് നല്ലൊരു അപ്രോച്ചാണുള്ളത്. അതായത് നമ്മളോട് അയാൾക്ക് താല്പര്യമുണ്ട് സംസാരിക്കുന്നതിനാണെങ്കിലും നമ്മളോടുള്ള വിശ്വാസത്തോടാണെങ്കിലും നമ്മളോട് ആ ആൾക്കൊരു പോസിറ്റീവ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും ആൾ ഒരു സ്റ്റെപ്പ് ക്ലോസ്ഡ് ആയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ കൈകൾ എത്രത്തോളം നമ്മളിങ്ങനെ തുറന്നു പിടിക്കുന്നോ അത്രത്തോളം നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടവും നമുക്ക് നമ്മളെ തന്നെ പ്രസന്റ് ചെയ്യുന്നതിന് ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കൈകൾ എപ്പോഴും ഇങ്ങനെ തുറന്ന് ഇങ്ങനെ പിടിക്കും. നമ്മൾ സംസാരിക്കുമ്പോൾ നോർമലി നമ്മൾ ആളുകളോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഒരു ഓപ്പൺ ഹാൻഡ് ഗസ്റ്റേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. എന്നാൽ നമ്മളോട് തന്നെ നമുക്കൊരു കോൺഫിഡൻസ് കുറവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കൈകളൊക്കെ പലപ്പോഴും ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് ഇങ്ങനെ ഒരു ക്ലോസ് ഒരു ഇതിലായിരിക്കും നമ്മൾ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കൈകളൊക്കെ ഒന്ന് പുറകിൽ കെട്ടി നിൽക്കാനോ അല്ലെങ്കിൽ കൈകൾ പരമാവധി ഒന്ന് ക്ലോസ്ഡ് ആയിട്ട് പിടിക്കാൻ. പക്ഷെ ഈ ഒരു ഓപ്പൺനെസ് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെയുള്ള ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ പ്രസന്റ് ചെയ്യാനുള്ള ഒരു പോസിറ്റീവ് എനർജിയാണ് അത് സൂക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വെൽക്കമിങ് ആയിട്ടുള്ള ഒരു ഹാൻഡ് ഗസ്റ്റേഴ്സ് കൂടിയാണ് ഇത്. നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ കൂടുതൽ ആൾക്കാർക്ക് നമ്മളോട് ശ്രദ്ധിക്കാനും അല്ലെങ്കിൽ
നമ്മൾ പറയുന്നതിനോട് നമ്മൾ ആ ആളെ വെൽക്കം ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു സിമ്പിൾ കൂടിയാണ് നമ്മൾ ഈ ഒരു ഓപ്പൺ ഹാൻഡ് ഗസ്റ്റേഴ്സ് സൂക്ഷിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളോട് ഒരാൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ ആൾ വേഗം തന്നെ ഇങ്ങനെ ഹാൻഡ് ക്രോസ്ഡ് ഹാൻഡായിട്ട് പിടിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ ആള് വളരെ ചിലപ്പോൾ ഒഫൻഡഡ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ഡിഫൻസ് മെക്കാനിസം കാണിക്കുന്നു. നമ്മൾ പറയുന്നതിനോട് അവർക്ക് യാതൊരു താല്പര്യവും ഇല്ല, അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിന് അവര് മനസ്സുകൊണ്ട് ഒപ്പോസ് ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിനോട് എഗ്രി ചെയ്യുന്നില്ല എന്നൊക്കെയാണ് ഈ ഹാൻഡ് ക്രോസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം. ചില ആളുകൾ കാലിന്മേൽ കാല് കയറ്റി വെച്ചിട്ട് എപ്പോഴും ഇങ്ങനെ ഇതിന് സംസാരിക്കാറുണ്ട്. അത് ആ ഒരു സിറ്റുവേഷൻ എനിക്ക് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഞാനൊന്നും ബോധർ ചെയ്യുന്നില്ല, ഞാൻ അങ്ങനെ ഒന്നിനും കെയർ ചെയ്യുന്നില്ല, സ്മൂത്ത് ആയിട്ട് കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്നുള്ളതിന്റെ ഒരു ഇൻഡിക്കേറ്റർ ആണ്. നമ്മളത് ബോധർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി വളരെയധികം അലേർട്ട് ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ നമ്മുടെ രണ്ട് കാലുകളും ഒരു നല്ല പോസ്റ്ററിൽ വെച്ചിട്ട്, അതായത് സ്റ്റഡി ആയിട്ടും സ്റ്റേൺ ആയിട്ടും നോർമൽ പൊസിഷനിൽ വെച്ചിട്ടായിരിക്കും ഇരുന്ന് ആ ഒരു കാര്യം കേൾക്കുന്നതും അല്ലെങ്കിൽ തിരിച്ച് നമ്മൾ റിപ്ലൈ പറയുന്നതും ഒക്കെ. അതുകൊണ്ടാണ് ഒരു ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ കാലുകൾ എപ്പോഴും നോർമൽ പോസ്റ്റിൽ വെക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ ചില സെലിബ്രിറ്റീസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേദിയിൽ പ്രമുഖരായിട്ടൊക്കെ ഉള്ള ആളുകൾ പലപ്പോഴും കാലിന്മേൽ കാല് കയറ്റി വെച്ചിട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഒന്നും ബോധർ ചെയ്യാനില്ല. അവർ ആ ഒരു മേഖലയിൽ വിശിഷ്ടപ്പെട്ട ഒരാളായിട്ടാണ് അവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു അതിഥിയായിട്ടാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് സ്മൂത്ത് ആയിട്ട് ആൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ കാലിന്മേൽ കാല് കയറ്റി വെച്ചിട്ടിരിക്കും. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ TV കാണുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോണിൽ നമ്മൾ ഇരിക്കുമ്പോൾ കാലിന്മേൽ കാല് കയറ്റി വെച്ചിട്ടൊക്കെ നമ്മൾ ഇരിക്കുന്നത്. ബിക്കോസ് നമ്മൾ അതിനെ പറ്റി ബോധർ അല്ലാതെ വളരെ കൂൾ ആയിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ബോഡി ജസ്റ്റർ സൂചിപ്പിക്കുന്നത്. നമ്മൾ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ ആ ആളോട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണ്, ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കണം അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ആള് അങ്ങനെ കൈ ഇങ്ങനെ റബ്ബ് ചെയ്തുകൊണ്ട്, അത് ഇങ്ങനെ വളരെ സ്ലോലി കൈകൾ ഇങ്ങനെ റബ്ബ് ചെയ്തുകൊണ്ട് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ആ ആള് ചെയ്യാം എന്ന് സമ്മതിക്കുന്നുണ്ടെങ്കിലും ആ ആള് ചെയ്യില്ല എന്ന് തന്നെയാണ്. അതായത് ഇങ്ങനെ ഹാൻഡ്സ് ഇങ്ങനെ റബ്ബ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞാൽ ആ ആളുടെ മനസ്സ് അതിലില്ല, ആ ഒരു കാര്യം ചെയ്യുക എന്നുള്ളതിലൊന്നും ആളുടെ മനസ്സില്ല, ആ ആളത് ചെയ്യാനും പോകുന്നില്ല. സംടൈംസ് നമ്മൾ ഇങ്ങനെയാണ്, നമ്മൾ ഓക്കെ എന്ന ആ അവസരത്തിൽ പറയേണ്ട പ്രഷർ ഉള്ളതുകൊണ്ട് നമ്മൾ പറയും, പക്ഷെ നമ്മൾ അറിയാതെ നമ്മുടെ കൈകൾ ഇങ്ങനെ റബ്ബ് ചെയ്ത് ഒരു സ്ലോലി ആയിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കാര്യം ചെയ്യാൻ പോകുന്നില്ല. ചില ആൾക്കാർ എപ്പോഴും ഇങ്ങനെ വാച്ച് നോക്കിക്കൊണ്ടായിരിക്കും നമ്മളോട് സംസാരിക്കുന്നത്. നമ്മുടെ സംസാരിക്കുന്നതിനിടയ്ക്ക് പലതവണ ഇങ്ങനെ റിസ്റ്റ് വാച്ച് നോക്കും, അല്ലെങ്കിൽ ബാഗിലേക്ക് നോക്കും, വീണ്ടും റിസ്റ്റ് വാച്ച് നോക്കും, അല്ലെങ്കിൽ വാൾ ക്ലോക്കിലേക്ക് ഇങ്ങനെ നോക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ ആൾക്ക് നമ്മളോടുള്ള സംസാരത്തിനോട് അല്ലെങ്കിൽ ആ ഒരു കോൺവെർസേഷനെക്കാളും പ്രയോറിറ്റൈസ് ചെയ്യുന്ന മറ്റൊരു കാര്യം ഉണ്ട് എന്നുള്ളതാണ്. ഇതൊന്ന് കഴിഞ്ഞിട്ട് ആൾക്ക് ചെയ്ത് തീർക്കാനോ അല്ലെങ്കിൽ ആൾക്ക് പോകാനോ അല്ലെങ്കിൽ ആൾക്ക് ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള മറ്റൊരു കാര്യം ഉള്ളതുകൊണ്ടും അത് അയാൾക്ക് വളരെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഒരു കാര്യം ആയതുകൊണ്ടുമാണ് ആൾ സൈക്കിളിൽ വാച്ച് നോക്കുന്നത്, ബാഗിലേക്ക് നോക്കുന്നത്, വാൾ ക്ലോക്കിലേക്ക് നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ചില ആളുകൾ നമ്മളോട് ചില കാര്യങ്ങൾ പറയും, പക്ഷെ നമ്മൾ അറിയാതെ നമ്മൾ ഇങ്ങനെ നെക്കിൽ ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളിങ്ങനെ സ്ക്രാച്ച് ചെയ്തിട്ട് നമ്മളിങ്ങനെ പുരികങ്ങൾ കൊണ്ടൊരു എക്സ്പ്രഷൻ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ മറുപടി പറയും. അങ്ങനെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ ആ ആളോട് പറയുന്ന കാര്യം എഗ്രി ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. നമ്മൾ എഗ്രി ചെയ്യുന്ന കാര്യം എപ്പോഴും നമ്മൾ പെട്ടെന്ന് പറയും. അതിനിങ്ങനെ സ്ക്രാച്ചിങ് എന്നൊരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ അത് നോക്കാം, അല്ലെങ്കിൽ ഓക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കൈ നെക്കിന്റെ അങ്ങോട്ട് പോയാൽ തന്നെ നമ്മൾ അത് എഗ്രി ചെയ്യില്ല, അല്ലെങ്കിൽ നമ്മൾ അവിടെ വരില്ല എന്നുള്ളതാണ്. ചില ആളുകൾ ഇങ്ങനെ കാണിക്കും, അതായത് ഇങ്ങനെ കാണിക്കും, അതായത് തല നന്നായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും, ഒപ്പം തന്നെ ഇങ്ങനെ പറയും. അതായത് ആ ആൾക്ക് ഷുവർ ആണ്, ആ ആൾക്ക് കിട്ടാനുള്ള എന്തോ ഒരു നേട്ടത്തെ പറ്റിയിട്ട്, അതായത് എന്തോ ഒരു കാര്യം കിട്ടാനുണ്ട്, കിട്ടുക എന്നുള്ളത് 100% ഷുവർ ആണെന്നുണ്ടെങ്കിലാണ് ഇങ്ങനെ ഹാൻഡ് റബ്ബ് ചെയ്തുകൊണ്ട് ഹെഡും ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. ചില ആളുകളിലെ ചില സമയത്ത് ഇങ്ങനെ താടി റബ്ബ് ചെയ്തുകൊണ്ടിരിക്കും, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്, എന്തോ ഒരു കാര്യത്തെ പറ്റി തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ ചില സമയത്ത് നമ്മൾ തന്നെ അറിയാതെ ഇങ്ങനെ ചെയ്യാറുണ്ട്. ദാറ്റ് മീൻസ് അവർ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന്റെ ഓൾമോസ്റ്റ് ഒരു ഫൈനൽ സ്റ്റേജിലാണ് എന്നുള്ളതാണ്. ഓൾമോസ്റ്റ് ആ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞു, അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായി എന്നുള്ളതാണ് ഈ ഒരു ഹാൻഡ് ഗസ്റ്റേഴ്സിന്റെ അർത്ഥം. നിങ്ങളുടെ ഒരു അടുത്ത സുഹൃത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലവർ, നിങ്ങളുടെ ലൈഫ് പാർട്ണർ ആക്കാൻ പോകുന്ന ഒരാൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അവര് നിങ്ങളോട് സംസാരിക്കുമ്പോ ഒരു പ്രത്യേക സമയം തൊട്ട് തുടർച്ചയായിട്ട് ഇങ്ങോട്ട് അവര് എപ്പോഴും ഒന്നിങ്ങനെ പുറകിലോട്ട് മാറി ഇങ്ങനെയാണ് ഇരുന്ന് സംസാരിക്കുന്നതെങ്കിൽ അവർക്ക് നിങ്ങളോടൊരു ഡിസ്റ്റൻസ് വന്നു തുടങ്ങി, നിങ്ങളോട് ഒരു അകൽച്ച വന്നു തുടങ്ങി എന്നതിനുള്ളതിന്റെ സൂചകമാണ്.
പക്ഷെ അവര് നിങ്ങളോട് ഇങ്ങനെ കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് വന്നിട്ട് പറയൂ എന്താണ് ഇങ്ങനെയാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു ഇന്റിമസി, ആ ഒരു സ്നേഹം ഇപ്പോഴും കൂടിക്കൊണ്ടേയിരിക്കും, നിങ്ങളോട് അത്രയും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇത് ഒന്നോ രണ്ടോ സമയം ഇങ്ങനെ ഉള്ളത് കൊണ്ട് നിങ്ങൾ അതാണ് എന്ന് വിചാരിക്കരുത്. സംടൈംസ് നമ്മളിപ്പോ ടയേർഡ് ആണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഗസ്റ്റേഴ്സ് നമുക്കൊന്ന് സ്ട്രെച്ച് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കണമെങ്കിലൊക്കെ ഇങ്ങനെയൊക്കെ ഇരിക്കാം. പക്ഷെ ഇത് തുടരെ ഇതിനു മുമ്പ് അങ്ങനെ ആയിരുന്നുമില്ല, എന്നാൽ റീസെന്റ് ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ ഇരുന്ന് പറയും എന്താണ് ഇങ്ങനെ, അല്ലെങ്കിൽ എന്താണ് എന്തൊക്കെയായിരുന്നു ദിവസം, അങ്ങനെ ഉള്ള ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഒരു ഡിസ്റ്റൻസിന്റെ അല്ലെങ്കിൽ ഒരു ക്ലോസ്നെസിന്റെ ഒരു ഇൻഡിക്കേറ്റർ ആണ്. ചില ആളുകൾ എപ്പോഴും ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ നെക്കിന്റെ സൈഡിലെ ഡ്രസ്സ് ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് സംസാരിക്കും, നമ്മളോട് ഇങ്ങനെ ആക്കും, ഇങ്ങനെ പിടിച്ച് സംസാരിക്കും. ഇങ്ങനെ ചെയ്യുന്നത് ആ ആള് കുറച്ചുകൂടി അറ്റൻഷൻ സീക്ക് ചെയ്യുന്നതായിട്ട് പറയാറുണ്ട്. അതായത് കുറച്ച് കൂടുതൽ അറ്റൻഷൻ ഉള്ള ആളുകൾ, അറ്റൻഷൻ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും ഈ നെക്കിന്റെ ഭാഗത്ത് എപ്പോഴും ഇങ്ങനെ ഷർട്ട് ആവട്ടെ ഡ്രസ്സ് ആവട്ടെ ഇങ്ങനെ ഒരു കാര്യവും ഇല്ലാതെ വെറുതെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. ചില ആളുകൾ എപ്പോഴും ഫുൾ ഓവറോൾ ഡ്രസ്സ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ് മീൻസ് ആ ഒരു ഡ്രസ്സ് ആ ആള് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ഡ്രസ് ആവില്ല. സോ ടോട്ടൽ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും എന്നാ വേറെ ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ട് വേറെ ഇത് വന്നതാണ്. സോ ഒരു ഓവറോൾ ഡിസ്കംഫർട്ടിനെയാണ് ഈ ഫുൾ ഡ്രസ് ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സൂചിപ്പിക്കുന്നത്. നമ്മൾ വളരെ ഇഷ്ടമുള്ള ആളുകളുടെ അടുത്തിരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കില്ലേ, അതുപോലെ ഇങ്ങനെ ഇരിക്കില്ലേ, ഇത് അവരോട് നമുക്കുള്ള ഒരു ഇഷ്ടം സൂചിപ്പിക്കുന്നതാണ്. അതായത് നമ്മൾ ഫുള്ളി ഇൻറ്റു യു എന്നുള്ളതാണ്. അതായത് എനിക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, അത്രത്തോളം ഇഷ്ടമുണ്ട് എന്നുള്ളതാണ് എപ്പോഴും ഇങ്ങനെ ഇരുന്ന് കേൾക്കുന്നതും അതുപോലെ തന്നെ എന്താ ഇങ്ങനെ ഇരിക്കുന്നതും ഒക്കെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഒരു സുഹൃത്തുമായിട്ട് കോഫി കുടിക്കാൻ വേണ്ടി പോകുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ ഈ കോഫി കുടിക്കാൻ പോകുമ്പോൾ ഒരു കോഫി പൊസിഷൻ എന്നൊരു ബോഡി ലാംഗ്വേജ് ഉണ്ട്. ഞാൻ സാധാരണ കോഫി ഷോപ്പിലൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഒന്നുമില്ലാതെ ബോറടിച്ചിരിക്കുന്നെങ്കിൽ ഒബ്സർവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് കൂടെയാണ് എങ്ങനെയാണ് ഒരു കോഫി കുടിക്കുന്നത് എന്നുള്ളത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പം നമ്മൾ ഒരാളുമായിട്ട് നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു സുഹൃത്തുമായിട്ടോ ഏതെങ്കിലും ഒരു വ്യക്തിയായിട്ട് കോഫി കുടിക്കാൻ പോകുന്നു, ഒരു ചായ കുടിക്കാൻ പോകുന്നു എന്ന് വിചാരിക്കാം. നമ്മുടെ ഒരു ടേബിളിൽ ഇരിക്കുകയാണ്. അപ്പൊ അവരുടെ ചായ അല്ലെങ്കിൽ കോഫിയുടെ കപ്പ് ഓക്കെ ഇങ്ങനെ സ്ട്രെയിറ്റ് ഇതിലായിരിക്കുന്നത്. അതായത് ഒരു വേറൊരു ഹാൻഡ് കൊണ്ട് ക്ലോസ്ഡ് അല്ല, അതായത് ഡയറക്റ്റ് ഈ ഹാൻഡ് ഇവിടെ ഇരിക്കുന്നു, ഈ ഹാൻഡ് ഇവിടെ ഇരിക്കുന്നു, എന്നിട്ട് കോഫി ഇവിടെ ഇരിക്കുന്നു, ഇങ്ങനെ കോഫി കുടിക്കുന്നു, കോഫി അവിടെ വെക്കുന്നു, സംസാരിക്കുന്നു. ഓക്കെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ വളരെ നോർമൽ ആയിട്ടുള്ള നമ്മളോട് താല്പര്യമുള്ള ഒരു കോൺവെർസേഷൻ ആണ് ആ ഒരു കോൺവെർസേഷൻ. പക്ഷെ ആളിരിക്കുന്നു, ഇപ്പൊ ഇവിടെ ഒരു ടേബിൾ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഒരു ഹാൻഡ് ഇവിടെ ഇരിക്കുകയാണ്, എന്നിട്ട് കോഫി ഇവിടെ വെക്കാണ്. ഓക്കെ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് കോഫി ഇങ്ങനെ കുടിക്കുന്നു, എന്നിട്ട് കോഫി തിരിച്ചു വീണ്ടും ഇവിടെ വെക്കുന്നു, വീണ്ടും ഇങ്ങനെ കുടിച്ചുകൊണ്ട് ഇവിടെ ഈ ഒരു ബോഡിക്കും ഈ ഒരു കോഫി മഗ്ഗിനും ഇടയിൽ ഇങ്ങനെ ഒരു ബാരിയർ ഒരു കൈ കൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു രീതിക്കാണ് പോകുന്നതെങ്കിൽ ആ ആൾക്ക് നമ്മളോട് വലിയ താല്പര്യമൊന്നുമില്ല, നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും ആളത്ര ഇൻട്രസ്റ്റഡും അല്ല, വെറുതെ നമ്മളോടൊന്ന് കോഫി കുടിക്കാൻ ഇരിക്കുന്നു എന്നേ ഉള്ളൂ എന്നതാണ് പറയുന്നത്. ഒരാളോട് സംസാരിക്കുമ്പോൾ ആള് ഇങ്ങനെ ഈ നെക്കിന്റെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കേൾക്കാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് കേൾക്കാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് കേൾക്കുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ആൾക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്നൊന്ന് പോയാ മതി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഒരു താല്പര്യവും ഇല്ല, ഇരുന്നേ പറ്റുമോ, എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർത്ത് കിട്ടിയ ഒരു സീൻ ഒന്ന് എൻഡ് ചെയ്താൽ മതി. അതാണ് ഈ ഒരു ബോഡി ഗസ്റ്ററിന്റെ അർത്ഥം. പിന്നെ നമ്മൾ ഗേൾസിനൊക്കെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു ബോഡി ഗസ്റ്റർ ആയിരിക്കും. നമ്മൾ എവിടെയെങ്കിലും ഉള്ള സമയത്ത് ആരെങ്കിലും നമ്മൾ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് ചെറിയ ചിരിയോടുകൂടി നോക്കുന്നുണ്ടെങ്കിൽ, എപ്പോഴും നമ്മൾ തന്നെ ശ്രദ്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, താല്പര്യമുണ്ട്, സംസാരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോ ഒരാളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതിന്റെ ഒരു അർത്ഥം, അല്ലെങ്കിൽ അവർ നമ്മളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതിന്റെ ഒരു അർത്ഥം. നമ്മളിങ്ങനെ ചില ആൾക്കാരോട് സംസാരിക്കുമ്പോൾ എന്ന് പറയും, അല്ലെങ്കിൽ ചില ആൾക്കാർ നമ്മളെ കേൾക്കുമ്പോൾ എന്നിട്ടെന്ന് പറയും. അപ്പൊ ഈ കണ്ണ് ഇങ്ങനെ ഒന്ന് പതിയെ ഒന്ന് കണ്ണിങ്ങനെ അടച്ചിട്ട് നമ്മളോട് അവര് സംസാരിക്കും. ആ ഒരു സംസാരത്തിന്റെ അർത്ഥം എനിക്ക് നിന്നെ മാത്രം മതി, എനിക്ക് നിന്നെ അത്രയ്ക്കെന്തോ വളരെ ക്ലോസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുള്ളതാണ്. ഇങ്ങനെ ഒന്ന് പതിയെ ഇങ്ങനെ കണ്ണടച്ച് തുറന്നവരോട് ഇങ്ങനെ സംസാരിക്കുന്നത്. ആളുകളെ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് ചില ആളുകൾ നമ്മളിങ്ങനെ നോർമലി നമ്മുടെ ഈ ഇൻഡെക്സ് ഫിംഗർ ആരാ അതാണ് ആ ആളാണെന്നൊക്കെ പറയില്ലേ, അത് അങ്ങനെ നോർമൽ ആയിട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നതാണ്. ചില ആൾക്കാർ ഇങ്ങനെ കാണിക്കും, നമ്മുടെ പെരുവരികൾ ഉപയോഗിച്ച് നമ്മൾ ഇങ്ങനെ അവിടെ ഇങ്ങനെ കാണിക്കും. അതായത് നമുക്ക് ആ ആളോട് ഒരു താല്പര്യവും ഇല്ല, ഇഷ്ടമില്ലാത്ത ഒരാളെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മളിങ്ങനെ ഈ അവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ കാണിക്കുന്നത്. ഈ വീഡിയോ പ്രയോജനപ്രദമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ നമസ്കാരം.